എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കം 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെ ഫോം വിതരണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യാം. ഡിസംബർ 16 ആയിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14 പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ SIR നടപടികൾ നീട്ടി വെക്കണമെന്ന് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഡിസംബർ 4 ഫോറം വിതരണം ചെയ്ത് പൂർത്തിയാക്കണം എന്നും ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തിറക്കണമെന്നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പുറത്തിറക്കണം എന്നുമായിരുന്നു നിർദ്ദേശം. കരട് പട്ടിക പുറത്തിറക്കാൻ ആവശ്യപ്പെട്ട ഡിസംബർ 9 സംസ്ഥാനത്ത് ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സമയം നീട്ടിയതോടെ ഒരാഴ്ച കൂടുതൽ BLOമാർക്ക് ലഭിക്കും. ഒന്നാം ഘട്ടമായ വിവരശേഖരണം ഡിസംബർ 4 അവസാനിക്കാനിരിക്കെ പൂരിപ്പിച്ച എനിമറേഷൻ ഫോമിന്റെ 15% സംസ്ഥാനത്ത് തിരികെ കിട്ടിയിരുന്നില്ല. 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഫോമുകൾ തിരിച്ചു വാങ്ങുന്നതും ഡിജിറ്റലൈസ് ചെയ്യുന്നതും അപ്രായോഗികമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു. അർഹമായ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച അവർ സമയം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. 99.5% ഫോമുകളും വിതരണം ചെയ്തു എന്നും ബാക്കിയുള്ളവ വിതരണം ഉടൻ പൂർത്തിയാക്കുമെന്നുമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അന്ന് മറുപടി പറഞ്ഞത്. ഇനിയും 42 ലക്ഷത്തോളം ഫോമുകൾ തിരികെ കിട്ടാനുണ്ട്. 2.78 കോടി, അതായത് 9.5% ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ് കമ്മീഷന്റെ കണക്ക്. ഇതിൽ 85%, അതായത് 2.34 കോടി ഫോമുകളാണ് തിരികെ കിട്ടിയത്. ശേഷിക്കുന്ന 42 ലക്ഷം ഫോമുകൾ തിരികെ വാങ്ങാനുള്ള ശ്രമത്തിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ ഉള്ളത് 91% പേരാണ്, അതായത് 1.59 കോടി പേർ. ഇവർ തിരിച്ചറിയൽ രേഖ സമർപ്പിക്കേണ്ടി വരില്ല. ശേഷിക്കുന്ന 9%, അതായത് 16 ലക്ഷം പേർ രേഖ സമർപ്പിക്കണം. ഡിജിറ്റലൈസേഷൻ 71% പിന്നിടുമ്പോൾ 7.61 ലക്ഷം പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ 3.41 ലക്ഷം പേർ മരിച്ചവരാണ് എന്നാണ് കണക്ക്. 88,945 പേരെ കണ്ടെത്താനായില്ല. 2,79,000 പേർ സ്ഥിരമായി താമസം മാറിയവരാണ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നിലവിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ ഫോം 6 പ്രകാരം അപേക്ഷ നൽകണം. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈനായി ചെയ്യാമെങ്കിലും ഓൺലൈനായിട്ടാണ് ഏറ്റവും സുഖകരമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഫോം 6 പ്രകാരം സമർപ്പിക്കുക. ഫോം 6A പ്രകാരമാണ് പ്രവാസി വോട്ട് ചേർക്കേണ്ടത്. ആ കാര്യവും പ്രവാസി വോട്ടർമാർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.